ഹായ് ഹലോ ഗൈസ്. അപ്പം ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഒബ്വിയസ്ലി ക്രിസ്മസ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മമ്മി ഓൾറെഡി വൈൻ ഇട്ടിട്ടുണ്ട് ആൻഡ് ക്രിസ്മസ് ആയിട്ടില്ല, ക്രിസ്മസ് അടുക്കുന്നേ ഉള്ളൂ. സോ ദിസ് വീഡിയോ ഈസ് ഗോയിങ് ടു ബി എന്താ പറയുക, ഒരു പ്രിപ്പറേഷൻസ് ഫോർ ക്രിസ്മസ് എന്നൊക്കെ പറയാം. കാര്യം നമ്മൾ ട്രീസ് സെറ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ സ്റ്റാർ ഇടാനുണ്ട്. ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്ന ചേട്ടൻ ഇതുവരെ വന്നിട്ടില്ല. ആ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് വീട് ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ആസ് യൂഷ്വൽ 2 ട്രീ പ്രാവശ്യം നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ എന്നെ പറയുന്നത്, ഞാൻ സോ എക്സൈറ്റഡ്. കാര്യം ഞങ്ങൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്കിനി പെട്ടെന്ന് സെറ്റ് ചെയ്യാനുള്ള വഴി നോക്കാം. ആദ്യം നമുക്ക് ട്രീ സെറ്റ് ചെയ്യാം. എൻ്റെ ചെറിയ ട്രീയുടെ റൂമിലുണ്ട്, അതിനെ കുറച്ച് മേക്ക് ഓവർ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനത് എന്നാ പറയുന്നത് പുൽക്കൂടിൻ്റെ സൈഡിൽ സെറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് ആദ്യം സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ടോൾ ട്രീ ആണ്. അപ്പോൾ നമുക്ക് ആ ട്രീ സെറ്റ് ചെയ്യുന്നതാണ്. എന്താ അമ്മ ക്യാമറയിൽ വരത്തില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുക. ക്രിസ്മസ് ഒക്കെ തുടങ്ങാൻ പോകുന്നതിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങൾ? എന്റെ മകേ ഉള്ളു. അമ്മ പറഞ്ഞോ. ക്രിസ്മസിനെ പറ്റി എന്താ അഭിപ്രായം പറയാനോ? അമ്മയുടെ മുഖം എങ്ങോട്ടാ ഫേബ? എങ്ങോട്ടാന്ന് ചോദിച്ചു. സൂക്ഷിച്ചെടുക്ക് ഫേബ. ചെറി തെറിച്ചു പോയി. കഷ്ടപ്പെട്ട് ഫിക്സ് ചെയ്ത് വെച്ച സാധനം എല്ലാം പറിച്ചു കളയുക. കണ്ടോ വീഡിയോയില് മഴ കുറച്ചില്ല. ക്രിസ്മസ് പ്രിപ്പറേഷൻസ് തുടങ്ങണ്ടേ? തുടങ്ങണം. ക്രിസ്മസിന് ഒരു 4 ദിവസം കൂടെ കാണും. 19-ാം തീയതി ആയിട്ടേ ഉള്ളൂ ഫേബ. 5 ദിവസം കൂടെ കാണും കൂടി പോയത്. 19 രാത്രി ആയില്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ ക്രിസ്മസ് പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ആദ്യം തന്നെ ട്രീ എല്ലാം വലിച്ചു പറിച്ചോണ്ടാണല്ലോ പോകുന്നത്. പല സെറ്റാണ്. ഈ ട്രീ ഓർമ്മയുണ്ടോ? നമ്മുടെ ഫസ്റ്റ് ക്രിസ്മസ് സെലിബ്രേഷൻ വീഡിയോയില് ഒരു 4 years ബാക്ക്. അത് തന്നെയാ ഇതല്ലേ? നീ അത് മാറ്റിയിട്ടില്ലായിരുന്നു അല്ലേ? അത് മാറ്റിട്ടില്ല. നമ്മളൊരു 4 വർഷം മുന്നേ, 4 അമ്മ 4 അതിൽ കൂടുതലായി. 4 ആയിട്ടുള്ളൂ. 4 ഞാൻ എനിക്കൊന്ന് നമ്മുടെ കോഴിക്കോട് ഉണ്ടായിരുന്ന ലാസ്റ്റ് ക്രിസ്മസ് സെലിബ്രേഷന്റെ സമയത്ത് ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു ട്രീ മേടിച്ചായിരുന്നു. അത് ആ വീഡിയോ ഉണ്ട് യൂട്യൂബില്. നമ്മുടെ ഫസ്റ്റ് വീഡിയോസ് ഇറങ്ങിയ സമയത്ത് അതുണ്ട്. അപ്പം ആ ട്രീയാണ് ഈ ട്രീ. 2 ട്രീ ഉണ്ട്. അപ്പം ഈ ട്രീ നമുക്ക് ആദ്യം സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പുൽക്കൂട്ടിലേക്കുള്ള പുതിയ ട്രീ ശരിയാക്കണം. ഇവരെയും കൂടെ കാണിച്ചേക്കാം. പറ പണി. വീടിൻ്റെ അകം മൊത്തം കാടാക്കിയിരിക്കുകയാണ് എൻ്റെ അമ്മ. ഇവിടെ ഒരു ചെടി. രാത്രി ഞാൻ കട്ട് തിന്നാൻ വരാൻ നേരത്തെ ഈ ചെടിക്കകത്ത് തട്ടി വീടിലാണ് എൻ്റെ പരിപാടി. എന്നിട്ട് ഇതെല്ലാം ഇപ്പോൾ എടുത്ത ആള് മാറ്റുകയാണ് അപ്പുറത്തേക്ക്. ക്രിസ്മസ് ഡെക്കറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും ആദ്യം സെറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ട്രീയും സ്റ്റാറും. സ്റ്റാർ ഞങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്ക് ആദ്യം ട്രീ സെറ്റ് ചെയ്യാൻ എന്താണെങ്കിലും. അപ്പോൾ ഞാൻ ട്രീ ഇങ്ങനെ മെല്ലെ എടുത്തുകൊണ്ട് വന്ന് എല്ലാം ഓരോ സൈഡിൽ നിന്ന് അടർത്തി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. മെല്ലെ മെല്ലെ നമുക്കിനി ഫുള്ള് കംപ്ലീറ്റ് ആക്കണം. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും പപ്പയും മമ്മിയും എൻ്റെ കൂടെ ജോയിൻ ചെയ്യും. അതാണ് പതിവ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്രിസ്മസ് എന്ന് പറയുന്നൊരു സീസൺ. കാര്യം ഇറ്റ്സ് ഓൾ അബൌട്ട് ലൈറ്റ്സ്, ഇറ്റ്സ് ഓൾ അബൌട്ട് വണ്ടേഴ്സ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ടുഗെദർനെസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ഹാപ്പിനെസ് ആൻഡ് എവറിത്തിങ്. അത് കാരണം ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഡെക്കറേഷൻ പരിപാടിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്ക് പിടിച്ച് നടക്കുന്ന തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കിട്ടുന്നുണ്ടാവുക. ട്രീ ഫുള്ളൊന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി ട്രീക്കകത്ത് ബോൾസും അങ്ങനത്തെ ഡെക്കറേറ്റിംഗ് ഐറ്റംസ് എല്ലാം ഇടണം. മമ്മി വരുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ തന്നെ പണിയണം. അപ്പൊ നമ്മൾ നമ്മുടെ ആദ്യത്തെ ബോൾ ഇടാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ട്രീയിൽ ഞാൻ നമ്മുടെ ഫസ്റ്റ് ഗ്ലിറ്റർ ബോൾ ഇട്ടിട്ട് അതിന് ഇനോഗ്രേഷൻ നടത്തിയിട്ടുണ്ട്. നമുക്കിനി ഫുള്ള് ഫിക്സ് ചെയ്യണം. പിന്നെ എൻ്റെ ഫേവറേറ്റ് പാർട്ടാണ് അതിൻ്റെ ഏറ്റവും മേളത്തെ ആ സ്റ്റാർ ഫിക്സ് ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഡാൻസ് ഒക്കെ കളിച്ചപ്പോഴത്തേക്കിനും മമ്മിയും കൂടെ വന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എൻജോയ് ചെയ്ത് ഡാൻസ് ഒക്കെ കളിച്ച് ട്രീ ഡെക്കറേറ്റ് ചെയ്ത് കണ്ടപ്പോഴത്തേക്കിനും മമ്മി വന്ന് 2 സ്റ്റെപ്പൊക്കെ ഇട്ട് മമ്മിയും ഡെക്കറേഷൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും പപ്പ ഒരു തൊപ്പിയൊക്കെ വെച്ച് ഞങ്ങളുടെ കൂടെ ഡാൻസ് ഒക്കെ കളിച്ച് ഞങ്ങളുടെ കൂടെ ഡെക്കറേറ്റ് ചെയ്യാൻ പപ്പയും വന്നു. പിന്നെ ഞങ്ങൾ 3 പേരെ കൂടെ ഡാൻസ് കളിയായി. എൻ്റെ പോലെ അടിപൊളിയായിരുന്നു കേട്ടോ.
ബഹളവും എല്ലാം കഴിഞ്ഞിട്ട് ഫൈനലി ഞാനവിടെ ട്രീ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം പപ്പ അതിൻ്റെ ലൈറ്റ് സെറ്റ് ചെയ്യുകയാണ്. ഞാൻ ലൈറ്റ് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ലൈറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള് കാണിച്ചു തരാം. അങ്ങനെ ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു കോഫി എടുത്തിട്ടുണ്ട് വന്നു. പിന്നെ മമ്മി ഇങ്ങനത്തെ ഒരു കുഞ്ഞു ട്രീ അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് മറ്റേ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ആ സ്ട്രിങ് പോലെ ഇരിക്കുന്ന ഫെയറി ലൈറ്റ് അത് വാങ്ങി വന്നിട്ട് അതിൽ ഫുള്ള് ചുറ്റ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ട്രീ കംപ്ലീറ്റ് ആയി. നമ്മുടെ ട്രീ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ട്രീയുടെ കംപ്ലീഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ക്രിബ് സെറ്റാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ക്രിബ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എംസാൻഡ് പപ്പ എടുത്ത് വെച്ചിട്ട് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നേരെയാക്കി നമ്മുടെ വലിയ ഒരു ബെത്ലഹേം പട്ടണം പണിയാനുള്ള ഒരു പരിപാടിയിലാണ്. രാത്രിയാണ് ഞാൻ തുടങ്ങിയത്. എപ്പോൾ തീരുന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്നാലും എന്നെ കൊണ്ട് പറ്റാവുന്നത്രത്തോളം നേരം ഞാൻ കുത്തിയിരുന്ന് അത് ഏകദേശമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ യേശുക്രിസ്തുവിനെ വെക്കാൻ പോവാ. പകുതി ആയിട്ടുള്ള എന്റെ പല സാധനങ്ങളും എന്റെ അപ്പം കാണുന്നില്ല ഇവിടെ. അത് കാരണം തൽക്കാലം പകുതി വഴിക്ക് നമുക്ക് യേശുക്രിസ്തുവിനെയും മറിയത്തിനെയും ജോസഫിനെയും വെക്കാം. അറ്റ്ലീസ്റ്റ് ജനിക്കുന്നതിന് മുമ്പ് നീ വെക്കുക. ജനിക്കുന്നതിന് മുന്നേ വെക്കുക. പുള്ളി ജനിച്ചിട്ടുണ്ടോ? അച്ഛനും അമ്മയില്ല. അപ്പം നമ്മുടെ പുൽക്കൂട് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ റൂം ഫുള്ള് ചളായിട്ടിരിക്കുകയാണ്. ബെഡ്റൂം മൊത്തം ഒരു യുദ്ധക്കളായിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ എപ്പോഴും പുൽക്കൂട് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഞാൻ ഒരു വെള്ളച്ചാട്ടം വെക്കാറുണ്ട്. അത് ഇപ്രാവശ്യം ഞാൻ എടുത്തപ്പോൾ ഭയങ്കരമായിട്ട് ഡാമേജ് ആയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് സമയം എടുത്തതേ അത് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു അതെപ്പോരെ അല്ലേ മതി. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അതിൽ കൊണ്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറ പറ്റി ഇതൊന്നും നമുക്ക് അവിടെ കൊണ്ട് വെക്കണം. ഇത് മൊത്തം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. കുറേ കാലത്തിന് മുന്നേ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. കുറേ എന്ന് പറഞ്ഞാൽ കുറേ അല്ലേ കാണാൻ പറ്റുന്നുണ്ടോ? അതെ കുറേ വർഷം മുന്നേ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ കാർഡ്ബോർഡ് പീസസും കാര്യങ്ങളും എല്ലാം പോയി. അപ്പോൾ എല്ലാ വർഷവും ഞാൻ ഇത് തന്നെയാണ് എൻ്റെ പുൽക്കൂട്ടിൽ വെക്കാറുള്ളത്. അപ്പോൾ നമുക്കിതുകൊണ്ട് ഫിക്സ് ചെയ്യാം. ഏകദേശം ഇത്രയും വരെ ആയിട്ടുണ്ട്. അപ്പം എൻ്റെ ഡൗട്ട് ഇവിടെ എല്ലാ പ്രാവശ്യവും ഞാൻ അപ്പുറത്തെ സൈഡിലാണ് വെക്കാറ്. ഇപ്രാവശ്യം നമുക്ക് ഈ സൈഡിൽ ഫിക്സ് ചെയ്യാം. വെള്ളച്ചാട്ടം എന്താണേലും ഓക്കെ. ഇത്രയും വരെ ആയിട്ടുണ്ട്. ബാക്കി നമുക്ക് ചെയ്യാം. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഞാൻ എണീറ്റ് നമ്മുടെ പുൽക്കൂടിൻ്റെ അടുത്ത പരിപാടികളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. നല്ല വെയിലും ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഉറക്കം എല്ലാം കഴിഞ്ഞ് എണീച്ച് വന്നപ്പോഴത്തേക്കിനും അനിയനും പപ്പയും കൂടെ നമ്മുടെ ഹോള് മൊത്തത്തിൽ തോരണം കെട്ടി ഡെക്കറേറ്റ് ചെയ്യായിരുന്നു. എന്നെ എക്സ്പീരിയൻസ് മൺഡേ കയറി ഇരുന്നിട്ട് അങ്ങനെ അവിടെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തു. സ്റ്റാർസ് ഇട്ടു. ഇനി കുറച്ചും കൂടി ലൈറ്റ് ഫിക്സ് ചെയ്യുന്ന പരിപാടികളിലാണ് പപ്പ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വൈൻ പോയി ഊറ്റാം. മമ്മീ എന്നെ എടുക്കുവാ. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാനും ആക്കി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക ഒന്ന് ഊറ്റ് വൈൻ ഊറ്റാമോ? ഇതെന്നെ എടുക്കുന്ന പാത്രം കഴുകിക്കൊണ്ടിരിക്കുക. അതാണ് ഈ കഴുകുന്നേ. അവിടെ വൈൻ എവിടെ? അതായിരിക്കുന്നു ഗൈസ് ഭരണിയിൽ വൈൻ. ഇത് വേണം നമുക്ക് പൊട്ടിക്കാൻ. അങ്ങനെ ഇത്രയും ദിവസം നോറ്റ് കാത്തിരുന്ന ഞങ്ങളുടെ വൈൻ അവസാനം എന്താ പറയുക ഊറ്റാണ്. നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഒന്ന് നോർമലായിട്ട് ഫിൽട്രേഷൻ ചെയ്തതിന് ശേഷമാണ് പ്രോപ്പറായിട്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ തോർത്തൊക്കെ കെട്ടി മേളിൽ കൂടെ നന്നായിട്ട് ഫിൽട്ടർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും ദിവസം കാത്തിരുന്ന് കിട്ടിയതാണ്. ഞാൻ പൈസ കൂട്ടുന്ന പോലെ വൈൻ അങ്ങോട്ട് നല്ല ഭംഗിയായിട്ട് ഊറ്റിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. നമ്മുടെ വൈൻ്റെ ചണ്ടി ഇതാ ഇത്രേ ഉള്ളൂ. പിന്നെ കുറച്ചായിട്ടുള്ളൂ. എന്തൊരു പ്രാവശ്യം വൈൻ കുറച്ചാണ് നമ്മൾ ഇട്ടത്. ഊറ്റുകയാണ്. പുറത്തോട്ടൊന്നും പോകത്തില്ല. നല്ല ഇഴയകലമുള്ള നല്ല എന്തുള്ള ഇഴ
അകലമുള്ള തോർത്തിനകത്തോട്ട് നമ്മൾ ഇങ്ങനെ ഊറ്റുക. ഇച്ചിരി പാടാ, എന്നാലും ഞാൻ ഊറ്റും അല്ലേ അമ്മേ? അമ്മയാണ് ഊറ്റ വിദഗ്ധ. അന്ന് അങ്ങനെ ഒരു ടോക്ക്. ഞങ്ങളുടെ റാന്തൽ വിളക്ക് കണ്ടോ ഗൈസ്? ഞങ്ങളുടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഇവിടുന്ന അല്ലേ അമ്മ? ക്യാൻഡിൽ അല്ലെങ്കിൽ ഇതിനിപ്പോ എന്നാ പറഞ്ഞേ, റാന്തൽ നൈറ്റ് ഡിന്നർ. ഊറ്റലെന്ന് പറയുന്നത്. കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ തരുമോ? ഹലോ ഗൈസ്, എന്റെ ഹോംലെസ് കോലത്തിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഹോംലെസ് ഇൻ ദ സെൻസ് ഇങ്ങനെ വീട്ടിലൊക്കെ ഇരിക്കുന്ന എന്താ മേക്കപ്പ് ഒന്നും ഇല്ലാത്ത വെറും നോർമൽ കോലം. അപ്പം ഈ കോലത്തിൽ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതിന് റീസൺ ഉണ്ട്. കാര്യം മമ്മി വൈൻ ഊറ്റി കഴിഞ്ഞിട്ട് വേണം എനിക്ക് മമ്മിയുടെ വൈനടിച്ച് പൂസായിട്ട് കുറച്ചധികം ഇരിക്കണം. ഇതോടുകൂടി നമ്മുടെ ക്രിസ്മസ് പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞല്ലേ മമ്മി? അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി ഒരു സൂപ്പർ ക്രിസ്മസ് ആഘോഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് മെരി ക്രിസ്മസ് ഫ്രം മീ ആൻഡ് മൈ ഫാമിലി.